ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ഏരീസിന് വേണ്ടിയിട്ട്, ഏരീസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് മന്ത്ലി നവംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ മെസ്സേജസ് എല്ലാവർക്കും ചിലപ്പോൾ ബാധിക്കില്ല, റെസൊനേറ്റ് ആവില്ല, ക്ലിക്ക് ആവില്ല. അപ്പോൾ അങ്ങനെയാണെന്ന് വെച്ചാൽ അതിനെ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുത്താൽ മതി. അതല്ലാണ്ട് നിങ്ങളുടെ സൺ സൈൻ ഏരീസ് ആണ്, മൂൺ സൈൻ വേറെ എന്തോ ആണ് വെച്ചാൽ, നക്ഷത്രം വേറെ എന്തോ ആണ് വെച്ചാൽ, ആ വീഡിയോസ് കൂടിയും നിങ്ങൾക്ക് നോക്കാം. അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. ചിലപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അപ്പോൾ അതും ചെക്ക് ചെയ്യുക. അതല്ലാണ്ട് ഈ ചാനലിനെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ ഞാൻ അവൈലബിൾ ആണ് പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അതല്ല വെച്ചാൽ ഇമെയിൽ ചെയ്യാം. അതുമല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കാം. അവിടെയും ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് എന്നെ മെസ്സേജ് അയക്കാം. എൻ്റെ ചാനലിൽ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിട്ടുണ്ട്. ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് മെമ്പർ ആവാം. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നവംബർ മാസം എങ്ങനെയാണ് ആവാൻ പോണേ, എന്താണ് ഉണ്ടാവാൻ പോണേ, നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ഏരീസ് നിങ്ങളുടെ എങ്ങനെയായിരിക്കും നവംബർ മാസം എന്ന് നമ്മൾക്ക് നോക്കാം. ഞാൻ 6 കാർഡ്സാണ്, ഒറക്കിൾ കാർഡ്സാണ് എടുക്കാൻ പോണത്. അപ്പോൾ നിങ്ങളുടെ നവംബർ മാസത്തിൻ്റെ ആദ്യത്തെ കാർഡ് ഹാൻഡ്, ഇൻ നീഡ് ഓഫ് ഹെൽപ്പ്, അസിസ്റ്റൻസ് ആൻഡ് ഗൈഡൻസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണ്ടി വരും. അതല്ല വെച്ചാൽ ഏതോ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അവർ ഹെൽപ്പിന് വേണ്ടിയിട്ട് ചോദിക്കും, അതുമാവാം. സെക്കൻഡ് കാർഡ്, ഇവിടെ രണ്ടാമത്തെ കാർഡ് ലവ്. അപ്പോൾ ലവ് ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവിൻ്റെ എന്തോ റിലേറ്റഡ് സിറ്റുവേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇല്ലെച്ചാൽ ലവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻറ്റ് വിഷയമാവും ഈ മാസം. മൂന്നാമത്തെ കാർഡ് നോട്ട്, അൺസക്സസ്ഫുൾ പ്ലാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ചില പ്ലാൻസ് വർക്കൗട്ട് ചെയ്യില്ല എന്നാണ്. അൺസക്സസ്ഫുൾ പ്ലാൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ചില പ്ലാൻസ് ചിലപ്പോൾ വിചാരിച്ച പോലെ വർക്കൗട്ട് ചെയ്യില്ല. ബാഗ് എഴുതിയിട്ടുണ്ട് ഇവിടെ, സംതിങ് ഇമ്പോർട്ടൻറ്റ് സച്ച് ആസ് എ ന്യൂ ജോബ് ഓർ എ റേസ്. അപ്പോൾ ജോലിയിൽ ഒരു പുതിയ ജോലി ആയിരിക്കാം. അതല്ല പ്രൊമോഷൻ്റെ ചാൻസസ് ഹൈ ആണ് ഈ മാസം. ലൈറ്റ്നിങ്, കൺട്രോൾ യുവർ ആങ്കർ ഓർ യു വിൽ ബി സോറി. നിങ്ങൾക്ക് ദേഷ്യം വരണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് വെച്ചാൽ, വേഗം ദേഷ്യം വരണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ് വെച്ചാൽ കുറച്ചത് കൺട്രോൾ ചെയ്യേണ്ടി വരും. ഇല്ല വെച്ചാൽ സിറ്റുവേഷൻ മോശമായി പോവും. ഓക്കെ, അപ്പോൾ ആങ്കർ മാനേജ്മെൻറ്റ് വേണം. സൺറൈസ്, ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ്, ന്യൂ വെഞ്ചേഴ്സ്, ഫ്രഷ് സ്റ്റാർട്ട്. അപ്പോൾ എന്തോ ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ബിഗിനിങ്, ഒരു പുതിയ ബിസിനസ്, ഇല്ലെങ്കിൽ ഒരു പുതിയ റിലേഷൻഷിപ്പ്, അതാണ് ഞാനിവിടെ കാണുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നവംബർ മാസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ടാരോ എന്താ പറയണമെന്ന് നോക്കാം. ടാരോ മെസ്സേജ്, നിങ്ങളുടെ ഓവറോൾ എനർജി നവംബർ മാസത്തിൻ്റെ എന്താണ്? ഓവറോൾ എനർജി ഏസ് ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഒരു പുതിയ തുടക്കം, ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് നവംബർ മാസത്തിൽ. ഓക്കെ, അതുണ്ട്. പാസ്റ്റ് എനർജിയിൽ 10 ഓഫ് സോഡ്സ് ആണ്. കറണ്ട് നവംബർ എനർജിയിൽ നൈറ്റ് ഓഫ് വാൻഡ്സ്. ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ 2 ഓഫ് കപ്സ്. ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെത്ത്. അഡ്വൈസ് 2 ഓഫ് സോഡ്സ്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് സർപ്രൈസ് ഫാക്ടർ. ആൻഡ് ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ഏരീസ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഓവറോൾ എനർജി. അപ്പോൾ പറഞ്ഞ പോലെ പുതിയ തുടക്കം, ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. ഇത് ഒരു ജോലിയാവാം, ഒരു പുതിയ ജോലിയാവാം, അല്ലെങ്കിൽ ഒരു പുതിയ ഫിനാൻഷ്യൽ ഓഫർ ആയിരിക്കാം. അതുമല്ല ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആവാം. പക്ഷേ ഇത്
റിലേഷൻഷിപ്പാണെന്ന് വെച്ചാൽ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് ഞാൻ കാണുന്നത്. തുടക്കം നവംബറിലായിരിക്കും, പക്ഷേ ഇതൊരു ലോങ് ടേം സീരിയസ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഈ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ എന്താണ്? 7 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പും കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ലൈഫിൽ. ഇത് റിലേഷൻഷിപ്പിലായിരിക്കാം, ഇല്ലെങ്കിൽ ജോലിയുടെ കാര്യത്തിലാവാം. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, കുറേ കൺഫ്യൂഷനും ഉണ്ടായിരുന്നു നിങ്ങളുടെ മനസ്സിൽ. അത് ഏത് ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയായ ഓപ്ഷൻ എന്ന്. പക്ഷേ ഈ മാസം എന്തായാലും നിങ്ങളൊരു തീരുമാനം എടുക്കും. ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണ എനർജിയും കാണാണ്ട്. ഇപ്പോൾ ഇതൊരു ഫ്രണ്ട് ആവാം, ഇല്ല വെച്ചാൽ നിങ്ങൾ കുറേ മുമ്പേ കണക്ട് ചെയ്ത ഒരു പേഴ്സൺ ആവാം. പിന്നെ നിങ്ങളുടെ ടച്ച് വിട്ടുപോയി, ഇപ്പോൾ ആദ്യം ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്, അങ്ങനത്തെ എനർജി ആവാം. ഇല്ല വെച്ചാൽ ഇതൊരു എക്സ് ആവാം. ഓക്കെ, അപ്പോൾ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ ഈ പേഴ്സണുമായിരിക്കാം നിങ്ങൾക്ക് ഈ ഓഫർ തരണത്, അതും ആവാം. പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു ബിട്രിയൽഡ് എനർജിയാണ്. ഒരു ആരോ നിങ്ങളെ ചതിച്ച പോലെ നിങ്ങൾ കുറേ ബിട്രേഡായി ഫീൽ ചെയ്തു, കുറേ വിഷമിച്ചു, അതിൽ എന്തോ ഒരു എൻഡിങ് ഉണ്ടായി നിങ്ങളുടെ ലൈഫിൽ. ഇതൊരു വലിയ എൻഡിങ് ആയിരുന്നു, ഒരു വലിയ എന്താ പറയുക, ഒരു വലിയ മാറ്റമായിരുന്നു നിങ്ങളുടെ ലൈഫിലുണ്ടായേ. ആൻഡ് നിങ്ങളിപ്പോൾ ഒരു പുതിയ തുടക്കത്തിലാണ് പോണത്, ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട് പാസ്റ്റിലുണ്ടായി. ഒരു ക്ലാരിറ്റിയുടെ കൂടെ നിങ്ങളൊരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കറണ്ട് എനർജി, നവംബറുടെ എനർജി നിങ്ങളുടെ നൈറ്റ് ഓഫ് വാൻസ് ആണ്. അപ്പോൾ നൈറ്റ് ഓഫ് വാൻസ് ഒരു സ്റ്റേബിൾ അല്ലാത്തൊരു എനർജിയാണ്. ഓക്കെ, അപ്പോൾ ഈ മാസം നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടാവും, എല്ലാത്തിലും നിങ്ങൾ ഇൻവോൾവ് ആവും. പക്ഷെ അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാത്തിലും നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല, അറ്റൻഷനും അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യത്തിൽ നിങ്ങൾ ചെയ്യുമ്പോഴേക്കും മറ്റേ കാര്യം അതിലേക്ക് നിങ്ങൾ ചാടും. അപ്പോൾ അങ്ങനത്തെ ഒരു അൺസ്റ്റേബിൾ എനർജിയാണ് ഞാൻ കാണുന്നത് നവംബറിൽ. പക്ഷെ നിങ്ങൾ ചെയ്യണത് എല്ലാം നിങ്ങൾക്ക് ഹാപ്പി, നിങ്ങൾ അതിൽ കുറേ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ നിങ്ങൾ ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ട്രാവൽ ആവാം. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ട്രാവൽ ഇഷ്ടമാണ് വെച്ചാൽ കുറേ സ്ഥലത്തേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യണു. അതല്ല വെച്ചാൽ കുറേ പ്രോജക്ട്സ് തുടങ്ങണു. മൂന്നും ഉണ്ട്, അപ്പോൾ സണ്ണും ഉണ്ട്, മൂന്നും ഉണ്ട്. ഇത് കോൺഫ്ലിക്റ്റിംഗ് എനർജീസാണ്. ഓക്കെ, അപ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് കുറേ പോസിറ്റീവായി നിങ്ങൾ തോന്നും, പക്ഷേ ചില സമയത്ത് നിങ്ങൾ കുറേ നെഗറ്റീവായിട്ടും നിങ്ങൾക്ക് ഫീൽ ആവും. അതെന്താ വെച്ചാൽ ഈ മാസത്തിൽ അതാണ് ഈ നൈറ്റ് ഓഫ് വാൻസ് കാണുന്നത്. കുറേ അൺസ്റ്റേബിൾ എനർജീസാണ്. കുറേ ഹാപ്പിനെസ് ഉണ്ട്, കുറേ സാഡ്നെസ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ അൺസ്റ്റേബിലിറ്റി കാണുന്നത്. നിങ്ങളുടെ എനർജിയിൽ തന്നെ ഒരു സ്റ്റേബിൾ അല്ല, നിങ്ങളുടെ ഇമോഷൻസും സ്റ്റേബിൾ അല്ല, അതുകൊണ്ട് നിങ്ങളുടെ ആക്ഷൻസും സ്റ്റേബിൾ അല്ല. ഫ്യൂച്ചറിൽ പക്ഷേ ഞാൻ ഒരു ലവ് റിലേഷൻഷിപ്പാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലവ് റിലേഷൻഷിപ്പ് എന്താണ്? ലവ് റിലേഷൻഷിപ്പ് ആവാം, ഇല്ലെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആവാം. 2 ഓഫ് വാൻസ്. അപ്പോൾ ഇതൊരു പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കാം. ഞാൻ പറഞ്ഞ മാതിരി ഒരു പാസ്റ്റ് പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരണ എനർജി ആവാം. ഈ പേഴ്സൺ നിങ്ങൾക്ക് മുമ്പേ നിങ്ങൾ എഫേർട്ട് ഇട്ടിരുന്നു, അത് വർക്കൗട്ട് ചെയ്തില്ല. ഇപ്പോൾ ഈ പേഴ്സൺ തന്നെയാണ് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പോണത്. ആൻഡ് ആ പേഴ്സൺ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ക്രോസ് റോഡ്സിലാണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്യൂച്ചറിൽ എന്താ ഇത് വർക്കൗട്ട് ആവോ ഇല്ലേ എന്ന് നിങ്ങൾ ഷുവർ അല്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഫ്യൂച്ചറിലേക്കാണ് പ്ലാൻ ചെയ്യാൻ ശ്രമിക്കണം. ഇത് എല്ലാം വർക്കൗട്ട് ആവോ, എല്ലാം ശരിയാവോ എന്ന് നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യണു. അപ്പോൾ ചാലഞ്ച് നിങ്ങൾക്ക് ഈ മാസം ഡെത്താണ്. ഡെത്ത് എനർജി സ്കോർപ്പിയോ എനർജിയാണ്. എന്തോ ഒരു എൻഡിങ്ങിൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. നിങ്ങൾ വെയിറ്റാണ് ചെയ്യണത്. മേ ബി ഈ വെയിറ്റിംഗ് പീരിയഡ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു, ഈ പേഴ്സൺ തിരിച്ചു വരും, ഇല്ല വെച്ചാൽ ഈ കാര്യം ശരിയാവും എന്ന് അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ കുറേ സ്ലോലിയാണ് മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നത്. ഞാൻ അഡ്വൈസ് ഇവിടെ കാണുന്നത് 2 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് അഡ്വൈസ് തരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ക്ലിയർലി നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് അറിയാം ഇത് വർക്കൗട്ട് ആവോ ഇല്ലയെന്ന്. പക്ഷെ അത് അറിഞ്ഞിട്ടും നിങ്ങൾ അറിയാത്ത പോലെയാണ് നിങ്ങൾ ബിഹേവ് ചെയ്യണത്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ക്ലിയർലി മനസ്സിലാക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കണ്ട, അങ്ങനെ ഒരു എനർജി. അപ്പോൾ യൂണിവേഴ്സ് പറയണത് അതെന്താ വെച്ചാൽ നിങ്ങളുടെ മനസ്സിൽ ഫിയർ ഉണ്ട് ആക്ഷൻ എടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ബോൾഡായിട്ട് ആ ഡെസിഷൻ എടുക്കുക, ബോൾഡായിട്ട് സ്റ്റെപ്പ് എടുക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യുക. കുറേ നെഗറ്റീവ് എനർജീസും ഉണ്ട് ചില റിലേഷൻഷിപ്പിൽ, ഇല്ലെങ്കിൽ ചില
കാര്യങ്ങൾ കുറേ നെഗറ്റീവായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. അതിനൊക്കെ കുറച്ചൊരു ഡിസ്റ്റൻസ് വെക്കുക. ഇങ്ങനത്തെ ആൾക്കാരുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യരുത്. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ആൾക്കാർ നിങ്ങളെ കൂടുതൽ കൺഫ്യൂസാണ് ചെയ്യാൻ പോണത്. ഇതൊരു ഷിപ്പിൻ്റെ കാര്യമാണ് വെച്ചാൽ ആ റിലേഷൻഷിപ്പിന് ടോട്ടലി വാക്ക് അവേ ചെയ്യുക. എന്താ വെച്ചാൽ അത്രയും ആ റിലേഷൻഷിപ്പ് നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഹിഡൻ ഫാക്ടറിൽ ഞാൻ കാണുന്നത് ഒരു ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. ഈ പേഴ്സൺ ആരാണ്? അപ്പോൾ ഒരു പുതിയ തുടക്കം. ഓക്കെ, ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ ആവാം, ഇല്ല വെച്ചാൽ അവർ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കൊണ്ടുവരണു. പക്ഷേ ഇതിൽ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഇത് ഒരു ഡെവിൽ എനർജിയാണ് കാണുന്നത്. കാപ്രിക്കോൺ എനർജീൻ്റെ ഇവിടെ എക്വേരിയസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ചില റിസ്ക്സ് ഉണ്ട്. അപ്പോൾ ആ റിസ്ക് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അതിൽ ചാടുക. എന്താ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ആ എക്സൈറ്റ്മെൻറ്റിൽ കമ്മിറ്റ് ചെയ്ത് പോവും, പക്ഷേ അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക ഇത് ശരിയല്ല എന്ന്. അപ്പോൾ എല്ലാം കാര്യങ്ങൾ സൂക്ഷിച്ചിട്ട് വേണം തീരുമാനിക്കാൻ. നവംബർ മാസത്തിൽ എന്തെങ്കിലും ഒരു പുതിയ തുടക്കം ഉണ്ടെച്ചാലും നല്ല പോലെ റിസർച്ച് ചെയ്യണം. ബ്ലൈൻഡായിട്ട് അതിനെ കമ്മിറ്റ് ചെയ്യരുത്. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് 8 ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഔട്ട്കമ്മിൽ ഞാൻ കാണുന്നത് കുറച്ചൊരു ഹെസിറ്റൻസ്, ഒരു ബ്ലോക്ക്ഡ് എനർജി. ഓക്കെ, നിങ്ങൾക്ക് കുറേ ഒരു ഹെൽപ്ലെസ്നെസ്സായി ഫീൽ ചെയ്യണു. എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് അറിയണില്ല എന്താ ചെയ്യണ്ടേന്ന്. കുറേ കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ പറഞ്ഞാൽ ചില സമയത്ത് നിങ്ങൾക്ക് ഓക്കെ ആയി തോന്നും, പിന്നെ ഓക്കെ ആയി തോന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. യൂണിവേഴ്സ് നിങ്ങളോട് കുറച്ച് സമയം എടുത്തിട്ട് മതി ചോയ്സ് എടുക്കുക എന്നാണ് പറയണത്. നവംബർ മാസം പൊതുവേ ഒരു കൺഫ്യൂഷൻ ഇല്ല സമയം തന്നെയാണ്. എന്താ വെച്ചാൽ മെർക്യൂറി റെട്രോഗ്രേഡ് ആണ് സമയം. ആ സമയത്ത് എല്ലാവർക്കും ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിലായിരിക്കും. അപ്പോൾ നല്ല ഒരു സമയം, ഒരു തീരുമാനം എടുക്കാനുള്ള സമയം ഡിസംബറാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ തുടക്കം വരുന്നുണ്ടെച്ചാലും അത് ഡിസംബറിൽ മതി തുടക്കം. ഈ പുതിയ തുടക്കം ഉണ്ടാവുക. എന്താ വെച്ചാൽ അപ്പോൾ ഡിസംബർ ആകുമ്പോഴേക്കും ഒരു ക്ലാരിറ്റി വരും. നവംബർ കുറച്ചൊരു കൺഫ്യൂഷൻ ഉള്ള സമയമാണ്. അപ്പോൾ നവംബറിൽ തീരുമാനമൊന്നും എടുക്കണ്ട. നിങ്ങൾക്ക് റീസേർച്ചൊക്കെ ചെയ്യണം, ഫൈൻഡ് ഔട്ട് ചെയ്യണം, കാര്യങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ നവംബർ നല്ല സമയമായിരിക്കാം. പക്ഷേ തീരുമാനം എടുക്കുന്നത് ഡിസംബറിൽ മതി. 5 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഫിനാൻഷ്യൽ ലോസിൻ്റെ എനർജിയുമാണ്. അപ്പോൾ അതും കുറച്ച് സൂക്ഷിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഒന്നും ചെക്ക് ചെയ്യാണ്ട് മുമ്പോട്ട് പോയാൽ ചിലപ്പോൾ അത് ഫിനാൻഷ്യലി ഒരു ലോസ് ആവാനും ചാൻസ് ഉണ്ട്. ലവേഴ്സ് എനർജി ഇവിടെ ഒരു ലോസിൻ്റെ എനർജിയാണ് ഒരു റിലേഷൻഷിപ്പിൽ, പാർട്ട്ണർഷിപ്പിൽ. അപ്പോൾ അത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ആ എനർജി നിങ്ങൾ നവംബറിലും ക്യാരി ചെയ്യണു. പക്ഷേ ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷൻ കാണാണ്ട്. അപ്പോൾ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നുണ്ട്. അതൊരു സോൾമേറ്റ് ടൈപ്പ് ഓഫ് പേഴ്സൺ. നിങ്ങൾക്ക് ആ പേഴ്സൺ ഒരു സോൾമേറ്റ് ആണെന്ന് തോന്നും. അപ്പോൾ അതിനെക്കുറിച്ചായിരിക്കും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ടത്. പക്ഷെ അങ്ങനെയാണ് വെച്ചാലും ഡിസംബറിൽ തീരുമാനം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഏരീസ് ഇവിടെ ഞാൻ കാണുന്ന സൈൻസ് സ്കോർപ്പിയോ ഉണ്ട്, ജെമിനായി ഉണ്ട്, കാപ്രിക്കോൺ അക്വേരിയസ് ഉണ്ട്, ക്യാൻസർ പൈസീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആണ് സൈൻസ് ഞാനിവിടെ കാണുന്നത്. ടോറസ് വെർഗോ കാപ്രിക്കോണും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് ബോണസ്ന്ന് എഴുതുക. ബോണസ്ന്ന് നിങ്ങൾ എഴുതിയ കുറേ ആൾക്കാർ അങ്ങനെ മെസ്സേജ് ചെയ്താൽ ഞാൻ ഒരു ബോണസ് റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം, എനിക്കത് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ബോണസ്ന്ന് എഴുതുക. ആൻഡ് ഞാൻ തീർച്ചയായും ഒരു ബോണസ് റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടും. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.